Hello guys, welcome back to my YouTube channel and welcome to episode 2 of a road trip. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അങ്ങനെ ഇപ്പോൾ മാമത്ത് കേവ് വിസിറ്റ് കഴിഞ്ഞിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കെന്റക്കിയിലെ ബൗളിംഗ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ സിറ്റിയിലാണ്. പക്ഷേ ഈ ഒരു സിറ്റി കുറേ കാര്യങ്ങൾക്ക് ഫേമസ് ആണ്. ഫേമസ് ആയിട്ടുള്ള നാഷണൽ കോർവെറ്റ് മ്യൂസിയം ഉള്ളത് ഇവിടെയാണ്. അതായത് ഷെവറലെ കോർവെറ്റ് കാർ മോഡൽ മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു പ്ലേസ് ആണിത്. സമയം ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട് ആഫ്റ്റർനൂൺ. അങ്ങനെ നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ ഇനി അടുത്ത സ്റ്റേറ്റായ കെന്റക്കീൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റായ ടെനസി സ്റ്റേറ്റിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റേറ്റ് ആണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ കെന്റക്കിനോട് ബൈ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും നമ്മൾ കെന്റക്കി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. വോളണ്ടിയർ സ്റ്റേറ്റ് എന്നാണ് ടെനസി സ്റ്റേറ്റിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം 1812 വാർ നടക്കുന്ന സമയത്ത് തൗസൻഡ്സ് ഓഫ് വോളണ്ടിയേഴ്സ് ഇവിടുന്ന് ടെനസി സ്റ്റേറ്റിൽ നിന്ന് US ആർമിയിലേക്ക് ജോയിൻ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റിനെ അങ്ങനെ പറയുന്നത്. ഇവിടുത്തെ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ മ്യൂസിക് ആണ്. അമേരിക്കൻ്റെ മ്യൂസിക് ക്യാപിറ്റൽസിൽ ഒന്നാണ് ടെനസി സ്റ്റേറ്റ്. അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള നാഷ്വില്ലിലേക്കാണ് ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അവിടെ എത്തി എന്തായാലും കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളത് പ്രകൃതി തന്നെയാണ്. ദ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്ക് ഉള്ളത് ഇവിടെയാണ്. അത് കൂടാണ്ട് തന്നെ ഇഷ്ടം പോലെ റിവേഴ്സ്, വാട്ടർഫോൾസ് എല്ലാം നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ആണ് ടെനസി സ്റ്റേറ്റിലുള്ളത്. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ടെനസി വിസ്കി. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ വിസ്കി ബ്രാൻഡ് ആണത്. അതിവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. പിന്നെ ഫേമസ് മ്യൂസിക് സിറ്റീസ് ആയിട്ടുള്ള നാഷ്വിൽ, മെംഫിസ് ആൻഡ് ബ്രിസ്റ്റൾ, ഈ 3 മ്യൂസിക് സിറ്റീസും ഉള്ളത് ടെനസി സ്റ്റേറ്റിലാണ്. അപ്പോൾ അതും ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൺട്രി മ്യൂസിക്, പിന്നെ റോക്ക് ആൻഡ് റോൾ, ഗോസ്പൽ, ബ്ലൂസ്, അങ്ങനെയുള്ള ഈ മ്യൂസിക്കിനൊക്കെ ഫേമസ് ആണ് ടെനസി സ്റ്റേറ്റ്. ഒരുപാട് ലെജൻഡറി മ്യൂസീഷ്യൻസ് അവരുടെയൊക്കെ കരിയർ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു പ്ലേസിലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷ്വില്ലൂടെ തന്നെയാണ്. നമ്മൾ 3 മണി കഴിഞ്ഞപ്പോൾ നാഷ്വിൽ ബോർഡർ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടും നാഷ്വിലിനെ അറിയപ്പെടുന്നത് തന്നെ മ്യൂസിക് സിറ്റി എന്നാണ്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ നാഷ്വിൽ ഡൗൺ ടൗണിൽ എത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും ഗൈസ്. പിന്നെ ഈ ടെനസി സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലും കൂടിയാണ് ഈ നാഷ്വിൽ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് തന്നെ കാണാം ഗൈസ്. അങ്ങനെ സമയം ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ബ്രെൻറ്റ്വുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഇപ്പം ഇനി റൂമിലേക്ക് പോവാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റേ. നമ്മളങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി നാഷ്വിൽ സിറ്റി ഡൗൺ ടൗൺ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഒരു റൂം ടൂർ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് നല്ലൊരു അടിപൊളി റൂം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗൈസ്, വി ആർ ഇൻ നാഷ്വിൽ. നാഷ്വിലെത്തി. നമ്മളിപ്പോൾ ഇനി
അങ്ങനെ നമ്മളിപ്പോൾ നാഷ്വിൽ സിറ്റിയിലൂടെ ഡൗൺ ടൗണിലേക്കുള്ളൊരു യാത്രയിലാണ് ഗൈസ്. ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറി. നമ്മൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ എത്താൻ വേണ്ടിയിട്ട്, അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രി മ്യൂസിക്കിന്റെ വേൾഡ് ക്യാപിറ്റലാണ് നാഷ്വിൽ. ആയിരക്കണക്കിന് മ്യൂസീഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്, ഹോപ്പിംഗ് ടു ബിക്കം ഫേമസ്. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു നാഷ്വിൽ വൈബ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു എസ്തെറ്റിക് വ്യൂസ് ഒക്കെ ആയിരുന്നു ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങോട്ടേക്കുള്ള ആ ഒരു യാത്രയിലുള്ള വ്യൂസ്. ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ബിൽഡിംഗ് ആണ് ഗൈസ്, ടെനസി സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിംഗ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഒരു ക്യാപിറ്റൽ ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ. ഈ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഗൈസ് നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ടൗണിലേക്ക് നടന്നു പോവാണ്. ഗൈസ് നമ്മളിപ്പോൾ സിറ്റിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് മ്യൂസിക് സിറ്റി ആയതുകൊണ്ട് ഫുൾ മ്യൂസിക്, ലൈവ് മ്യൂസിക് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മുതലേ നമുക്ക് ലൈവ് മ്യൂസിക് പെർഫോമൻസസിൻ്റെ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും വേറെ ലെവൽ തന്നെയായിരുന്നു ഗൈസ്. നല്ലൊരു ഈവനിങ് വൈബ് കിട്ടുന്നുണ്ട് നമുക്ക്, നല്ല രസമാണ്.
അങ്ങനെ ഗൈസ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് ഇവിടെ നാഷ്വില്ലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രിഡ്ജ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. മുമ്പിലായിട്ട് കാണുന്ന ഈ ബ്രിഡ്ജ് തന്നെയാണത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക് ബ്രിഡ്ജിൻ്റെ പേരാണ് ഷെൽബി സ്ട്രീറ്റ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജ് എന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറൊരു ബ്രിഡ്ജും കൂടി കാണുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ഗേറ്റ് വേ ബ്രിഡ്ജ്. നാഷ്വില്ലിൻ്റെ ഗേറ്റ് വേ ബ്രിഡ്ജാണത്. കംബർലാൻഡ് റിവറാണ് അതിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഇത് സിറ്റീൻ്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വ്യൂ പോയിന്റ് ആണ് ഈ ഒരു ബ്രിഡ്ജ്. ഒറിജിനലി ഈ ബ്രിഡ്ജ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ബ്രിഡ്ജായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഒരു ശാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വേറെ വെഹിക്കിൾസിൻ്റെ സൗണ്ട് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് സുഖമായിട്ട് വന്നിട്ട് ഈവനിങ് ഒരു സൺസെറ്റ് കാണാനോ അല്ലെങ്കിൽ സ്കൈ ലൈൻ ഫോട്ടോഗ്രാഫിക്കോ എല്ലാം കൂടി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണിത്. പക്ഷേ ഇന്ന് ഇത്തിരി ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഒരു കാം പ്ലേസ് തന്നെയായിരുന്നു ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നാഷ്വിൽ ഡൗൺ ടൗൺ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു എല്ലാ സൈഡിലുള്ള വ്യൂസും നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന്. കംബർലാൻഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കംബർലാൻഡ് റിവറിൻ്റെ വ്യൂസും കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ നാഷ്വിൽ ഡൗൺ ടൗണിലൂടെ ഒഴുകുന്ന റിവറാണ് ഈ കംബർലാൻഡ് റിവർ. അപ്പോൾ നാഷ്വിലിൻ്റെ ഗ്രോത്തിനും ട്രേഡിനൊക്കെ ഒരു മേജർ റോൾ അല്ലെങ്കിൽ കുറേ സഹായിച്ചിട്ടുള്ള ഒരു റിവർ തന്നെയാണ് ഈ കംബർലാൻഡ് റിവർ. ഈ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്റോറിക് നെയിമാണ് ഷെൽബി സ്ട്രീറ്റ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് എന്നുള്ളത്. പക്ഷേ ഇതിനെ ഒഫീഷ്യലി പിന്നീട് റീനെയിം ചെയ്തിട്ടുണ്ട്. അതായത് ജോൺ സി ഗൺ തോളർ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് എന്നും കൂടി ഈ ഒരു ബ്രിഡ്ജിനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു ഇവിടെ ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. താഴെ കാണുന്ന ഈ പാർക്കാണ് ഗൈസ് റിവർ ഫ്രണ്ട് പാർക്ക്. അപ്പോൾ ഇവിടെ ഒരുപാട് കോൺസേർട്സ്, ഫെസ്റ്റിവൽസ് അതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഈ കാണുന്നതാണ് ഗൈസ് സ്കെർമർഹോൺ സിംഫണി സെൻറ്റർ. ഇതൊരു വേൾഡ് ക്ലാസ് കോൺസേർട്ട് ഹോളാണിത്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ സ്ട്രീറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്കോണിക് ഒരു ബിൽഡിംഗ് തന്നെയാണ്. ഒരുപാട് ഫേമസ് സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഈ നാഷ്വില്ലാണ്. അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒക്കെയാണ് ഈ നാഷ്വില്ലിൽ ഉള്ളത്. അപ്പോൾ ഈ നേരത്തെ കണ്ട സ്കെർമർഹോൺ സിംഫണി സെൻറ്ററിൻ്റെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്കൾപ്ചർ ഉള്ളത്. ബർത്ത് ഓഫ് എപ്പോളോനെ കാണിക്കുന്ന ഈ ഒരു സ്കൾപ്ചർ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മുതലേ ബ്രോഡ്വേ സ്ട്രീറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ്. ഹാർട്ട് ഓഫ് നാഷ്വിൽ എന്നറിയപ്പെടുന്നതാണ് ഈ ബ്രോഡ്വേ സ്ട്രീറ്റ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലൈവ് മ്യൂസിക് ഒക്കെ കണ്ടിട്ട് പോവാം.
operate it. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒന്നാണ് ഗൈസ് ഇത്. എന്തായാലും ട്രൈങ് ഔട്ട് സംതിങ് ഡിഫറെൻറ്റ് ഗൈസ്. Go for it, go for it. You want to get next to it? Yeah. Keep your hands slightly open. Slightly open. Get next to her. Yeah. Get next to her. I got you. There you go. ഗൈസ് നമ്മളങ്ങനെ ഇപ്പോൾ കയറിയിട്ടുള്ളത് ഹാറ്റി ബീസ് നാഷ്വിൽ ഹോട്ട് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. നാഷ്വില്ല് വന്നാൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണിത്. നമ്മൾ മുമ്പ് ടെക്സസിൽ പോകുമ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു. സമയം ഇപ്പോൾ 7:45 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരു നൈറ്റ് വൈബ് വേറെ തന്നെ ഫീലായിരുന്നു ശരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ വേഗം പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ മഴയത്തുള്ള ആ ഒരു നടത്തവും നല്ല അടിപൊളിയായിരുന്നു. നമ്മളതും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ കാറൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ഗൈസ്. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളെ മോർണിംഗ് വീണ്ടും നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ മഴയും വന്നു എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് വിടാമെന്ന് വിചാരിച്ചു. ശരിക്കും ഈ മഴയത്തുള്ള ഈ നൈറ്റ് ഡ്രൈവും അടിപൊളിയായിരുന്നു. കാരണം നാഷ്വിൽ ബിൽഡിങ്സ് ഒക്കെ കാണാൻ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രൈവ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ഈ നാഷ്വിൽ നമുക്ക് പുതിയൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇവിടുത്തെ ആൾക്കാരും എല്ലാം കൂടി മൊത്തത്തിൽ ചില്ലായിരുന്നു. കാരണം പൊതുവേ പറഞ്ഞ പോലെ മ്യൂസിക് സിറ്റി ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, ആർക്കും അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും ഒരു സ്മൈലിംഗ് ഫേസോടെ ആയിരിക്കും നമ്മളെ ഇവിടെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആരടുത്ത് ഇങ്ങനെ ചിരിച്ചാലും അവർ നമ്മളടുത്ത് തിരിച്ച് ചിരിക്കും. അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഒരു സിറ്റി. മസ്റ്റ് വിസിറ്റ് സിറ്റി തന്നെയാണ്. നമ്മളെന്തായാലും ടെനസിയിൽ മസ്റ്റ് വിസിറ്റ് സിറ്റി തന്നെയാണ് നാഷ്വിൽ. എൻ്റെ ക്യാപിറ്റലും കൂടിയാണല്ലോ ഇത്. വീണ്ടും നമുക്ക് വരാൻ തോന്നുന്ന ഒരു സിറ്റി തന്നെയാണിത്. ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നൂല ശരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് മ്യൂസിക്കൊക്കെ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സിറ്റിയാണിത്.
എന്തായാലും കുറേ മെമ്മറീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ലൊക്കേഷനും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വേഗം തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ടേക്ക് കെയർ ഓൾ.